അപ്പോൾ ഈ മഴയത്ത് നല്ല മത്തി ഫ്രൈയും അതിൽ തന്നെ മത്തിമുട്ട ചോറും ഉണ്ടാക്കി നോക്കി കഴിച്ചാലോ. അപ്പോൾ മത്തിമുട്ടെല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു റെസിപ്പിയാണ്, കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും, 1 ടീസ്പൂണ് മുളക് പൊടിയും ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 4 മത്തി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അപ്പറിപ്പറും ഒന്ന് ചെറുങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 4-5 ചെറിയുള്ളി കട്ട് ചെയ്തതും പിന്നെ ഒരു ചെറിയ കഷ്ണം പുളിവെള്ളവും പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒരു 3 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കലാണ്. അങ്ങനെ മത്തി ഇതാ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് തന്നെ കുറച്ച് മത്തി മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഒരു 2 മിനിറ്റ് നേരം കുക്ക് ചെയ്തിട്ട് എടുക്കലാണ്. എന്നിട്ട് കുക്ക് ചെയ്തിട്ട് എടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ചോറും ഇട്ട് കൊടുത്തിട്ട് ഇത് ഒരു 2 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കലാണ്. അപ്പം നല്ല അടിപൊളി മത്തി മുട്ട ചോറ് റെഡിയായി. അപ്പോൾ ഇത് മത്തി ഫ്രൈ ചെയ്ത് അതിൽ തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുള്ളതുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്യോ.